നമസ്കാരം. ട്രംപിനെ കുറുക്കൻ എന്ന് വിളിക്കണോ കിറുക്കൻ എന്ന് വിളിക്കണോ എന്നറിയില്ല. ഒരിക്കലും നടപ്പില്ലാത്ത പല കാര്യങ്ങളും ലോകം മുഴുവൻ കേൾക്കുന്ന തരത്തിൽ വിളിച്ചു പറയാനുള്ള ട്രംപിന്റെ തൊലിക്കട്ടി അല്ലെങ്കിൽ ധൈര്യം ഒന്ന് സമ്മതിച്ചേ മതിയാവും. ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിക്കാൻ കാരണക്കാരൻ താനാണെന്നുള്ള അവകാശവാദം ട്രംപ് ഇതിനോടകം പല കുറി ഉന്നയിച്ചു. അതൊക്കെ ഇന്ത്യ വളരെ ശക്തമായി എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അമേരിക്കയുടെ മണ്ണിൽ പോലും ചെന്ന് അത് നിഷേധിക്കാനുള്ള ധൈര്യം ഇന്ത്യയുടെ നേതാക്കൾക്കുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളഞ്ഞുകൊണ്ട് വീണ്ടും അതേ കാര്യം ആവർത്തിക്കാനുള്ള ട്രംപിന്റെ നിലപാട് വിവരക്കേടോ അതിബുദ്ധിയോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള വീരവാദങ്ങൾക്കു ശേഷം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്തലാക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചുവെന്നും തനിക്ക് ഉറപ്പു നൽകിയെന്നുമുള്ള മറ്റൊരു ആരോപണവുമായി വീണ്ടും ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത്ര പെട്ടെന്ന് ഇന്ത്യക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു വ്യാപാര വാണിജ്യ ബന്ധമല്ല റഷ്യയുമായി ഉള്ളത്. മാത്രമല്ല അത് അങ്ങനെ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന കാര്യം മോദി പലകുറി വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിനെ പോലെ ഇതൊന്നൊന്ന് പറയുക നാളെ മറ്റൊന്ന് പറയുക എന്ന തരത്തിൽ വാക്കും നിലപാടും മാറ്റുന്ന സ്വഭാവം മോദിക്കില്ല എന്നതു തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യനായ നേതാവായി നരേന്ദ്രമോദി ഇതിനോടകം മാറുകയും ഇന്ത്യക്ക് മറ്റ് വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെ അംഗീകാരം ലഭിക്കാനും കാരണമായത്. മോദിയെ പ്രകോപിപ്പിക്കലും ഒരു യുദ്ധസന്നാഹം ഉണ്ടാക്കലുമാണോ ട്രംപിന്റെ ഉദ്ദേശമെന്നും ഇനി അതല്ല ശകുനിയുടെ പരിവേഷം കെട്ടിക്കൊണ്ട് മിത്രങ്ങളായിരിക്കുന്ന രണ്ടു രാജ്യങ്ങൾക്കിടയിൽ ശത്രുതയുടെ വിത്തുകൾ വിതയ്ക്കാനുള്ള കൂർമ്മ ബുദ്ധിയാണോ ട്രംപ് നടത്തിക്കൂട്ടുന്നതെന്നും ഇനി അതൊന്നുമല്ല തീരെ ബുദ്ധിയില്ലാത്ത അന്തവും കുന്തവും നിലപാടും വാക്കിന് വിലയുമില്ലാത്ത ഒരു അമേരിക്കൻ ഭരണാധികാരിയെയാണോ അമേരിക്കൻ ജനത ചുമക്കുന്നത് എന്നും അറിയില്ല. ലോകത്ത് ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. നയതന്ത്ര തലത്തിലും ഇന്ത്യയും റഷ്യയും അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. ഈ സൗഹൃദമാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഒരു വലിയ വിവാദത്തിനുള്ള തിരിയാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് കൊളുത്തിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി തന്നോട് പറഞ്ഞതായാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കില്ല എങ്കിലും ചെറിയ കാലയളവിനുള്ളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുധനാഴ്ചത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെയാണ് പ്രധാനമന്ത്രി മോദി ഈ ഉറപ്പ് നൽകിയതെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് സന്തുഷ്ടനല്ല എന്നും അവിടെ നിന്ന് ഇനി എണ്ണ വാങ്ങില്ല എന്ന് മോദി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞ ട്രംപ് ഇതൊരു വലിയ ചുവടുവയ്പാണെന്നും ഇപ്പോൾ ചൈനയോടും ഇതേ കാര്യം ചെയ്യാൻ താൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്നും വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. അതേസമയം ട്രംപിന്റെ ഈ വിവാദ പ്രസ്താവനയിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ ഉറ്റുനോക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന ട്രംപിന്റെ സമ്മർദ്ദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വരുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് 50% വർദ്ധിപ്പിച്ചതോടെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു. ഇന്ത്യയിലെ IT പ്രൊഫഷണലുകൾക്ക് US-ൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന H-1B വിസ അപേക്ഷകർക്ക് $1 ലക്ഷം ഫീസ് വർദ്ധിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചതോടെ നയതന്ത്ര ബന്ധം കൂടുതൽ മോശമായി. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഇന്ന് രാവിലെ എണ്ണവില 1% ഉയർന്നിട്ടുമുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ 57 സെന്റ് വർദ്ധിച്ച് ബാരലിന് $62.48 വിവാദ പ്രസ്താവനയ്ക്കിടെ മോദിയെ പുകഴ്ത്താനും ട്രംപ് മറന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയിൽ ഉണ്ടായ രാഷ്ട്രീയ സ്ഥിരതയെ ട്രംപ് പ്രശംസിച്ചു. വർഷങ്ങളായി ഇന്ത്യയെ താൻ നിരീക്ഷിക്കുന്നുണ്ടെന്നും നേരത്തെ എല്ലാ വർഷവും പുതിയ നേതാക്കൾ അധികാരത്തിൽ വന്ന ഒരു സമയം ഓർക്കുന്നുണ്ടെന്നും ചിലർ ഏതാനും മാസങ്ങൾ മാത്രമാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വന്ന ശേഷമാണ് ഇന്ത്യയിൽ അധികാര സ്ഥിരത ഉണ്ടായതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാമെന്നാണ് തന്റെ വിശ്വാസമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇനി ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് വരേണ്ടത്. ട്രംപിന്റെ തുടർച്ചയായുള്ള ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണ വിതയ്ക്കുന്നതിൽ ഇതിനോടകം തന്നെ ഇന്ത്യ അസ്വസ്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ കിട്ടുമെന്നാണ് വിലയിരുത്തൽ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച